വർഷങ്ങൾക്ക് മുൻപ് 1918 ജനുവരി മാസം തായ്ലാൻഡിലെ സിയോപാരിയ നദിക്കരികിൽ ചിലർ മീൻ പിടിക്കുകയായിരുന്നു. ബോട്ടിലൂടെ ചിലർ മീൻ പിടിക്കുന്നുണ്ട്, മറ്റു ചിലർ ചൂണ്ട ഉപയോഗിച്ചും ആ സ്ഥലത്ത് മീൻ പിടിക്കുന്നു. ഇപ്പൊ ഉച്ചയ്ക്ക് 1 മണിയായിട്ടുണ്ടാകും. മീൻപിടുത്തം വളരെ തിരക്ക് പിടിച്ച് നടക്കുകയാണ്. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു നിഗൂഢമായ വസ്തു വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് കാണുന്നു. എന്താണെന്നറിയാനായി അത് അടുത്തു വരുന്നതുവരെയും എല്ലാവരും കാത്തിരുന്നു. അതൊരു രാജകീയ കാലഘട്ടത്തിലുള്ള ഒരു പെട്ടി പോലെ തോന്നി. തീർച്ചയായും അതിലെന്തോ വിലപിടിപ്പുള്ളതുണ്ടായിരിക്കും. നമ്മുടെ ജീവിതം ഇനി നന്നാകും എന്ന് കരുതി ആ മീൻ പിടുത്തക്കാർ പെട്ടി പതിയെ കരയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവരുമ്പോൾ തന്നെ അതിന് ഭാരമുള്ളതായി അവർക്ക് തോന്നി. തീർച്ചയായും വലിയ എന്തോ ഒന്ന് ഇതിനകത്തുണ്ട്, അത് വിലപിടിപ്പുള്ളതായിരിക്കും എന്ന് വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്നു ആ പെട്ടി തുറക്കാനായി. എന്നാൽ വലിയൊരു ഞെട്ടലായിരുന്നു പിന്നീട് അവർക്ക് കാത്തിരുന്നത്. പെട്ടി തുറന്നപ്പോൾ വിറകുകൾ കെട്ടിവച്ചിരിക്കുന്നത് പോലെ ഒരു സ്ത്രീയുടെ മൃതദേഹം 8 കഷ്ണങ്ങളാക്കി മുറിച്ച് കൊതുക് വല ഉപയോഗിച്ച് കെട്ടിയിരുന്നു. രക്തവും ദുർഗന്ധവും നിറഞ്ഞ ആ ഒരു ഡെഡ് ബോഡി കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് വല്ലാത്ത ഞെട്ടലുണ്ടായി. ഉടനെ ഒരല്പം പോലും സമയം കളയാതെ അവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സംഭവം പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തെത്തി. പെട്ടിയിലുള്ള മൃതദേഹം ആരുടേതാണെന്ന് അറിയാനായി ഗ്രാമത്തിലുള്ള ആളുകളോടൊന്ന് തിരിച്ചറിയാൻ ആവശ്യപ്പെട്ടു. എന്നാൽ എത്ര തന്നെ അന്വേഷണം നടത്തിയിട്ടും ആ പെൺകുട്ടി ആരാണെന്ന് അവർക്ക് അറിയാൻ സാധിച്ചില്ല. എന്നാൽ ഇതിനിടയിൽ തന്നെ ഈ ഒരു വിവരം മുഴുവൻ പ്രദേശത്തും വ്യാപിക്കാൻ തുടങ്ങി. അതേസമയം ആ സ്ഥലത്ത് പൊതുജനങ്ങളുടെ തിരക്കും വർദ്ധിക്കാൻ തുടങ്ങി. ഇതൊക്കെ വളരെ വേഗത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ പോലും ആ പെട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്ന പെൺകുട്ടിയുടെ മൃതദേഹം ആരുടേതാണെന്ന് കണ്ടെത്താൻ മാത്രം അവർക്ക് സാധിച്ചില്ല. തെളിവുകളൊന്നും ലഭിച്ചില്ല. ഒടുവിൽ അടുത്ത് എന്താണ് മാർഗമെന്ന് ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ മാസികയിൽ ഇങ്ങനൊരു പെട്ടി ലഭിച്ചിട്ടുണ്ട്. 8 കഷ്ണങ്ങളായി വെട്ടപ്പെട്ട അവസ്ഥയിലുള്ള ഒരു സ്ത്രീയുടെ മൃതദേഹമാണ്. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും കാണാതായിട്ടുണ്ടോ? സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടോ? എന്തെങ്കിലും വിവരം അറിയാവുന്നവർ സ്റ്റേഷനിലേക്ക് വരണം, ബന്ധപ്പെടണം എന്നാവശ്യപ്പെട്ടു. ഈ ഒരു വാർത്ത പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു. പിന്നീട് ആ വാർത്ത പ്രദേശത്ത് വൈറലാകാൻ തുടങ്ങി. ആ സമയത്താണ് ഒരു സ്ത്രീ ആ ഫോട്ടോ കണ്ടിട്ട് ഇത് തന്റെ മകളാണെന്നും പറഞ്ഞ് സ്റ്റേഷനിലേക്ക് വന്നു. പോലീസിന് അവർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഒരു ധനികയായ സ്ത്രീയാണ്. ഉടനെ ആ സ്ത്രീയോട് പോലീസ് അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ആ പെട്ടിക്കുള്ളിൽ നിങ്ങൾ കണ്ടെത്തിയത് എൻ്റെ 20 വയസ്സുള്ള മകളാണെന്ന് അവർ പറഞ്ഞു. ഇത് കേട്ട പോലീസ് അവസാന മകൾ എവിടെയാണ് പോയത്, എന്തിനാണ് പോയത്, ആരെ കാണാനാണ് പോയത്, ഈ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോഴാണ് അതേ പട്ടണത്തിലുള്ള ഒരു ബുദ്ധ സന്യാസിയെയാണ് മകൾ കാണാൻ പോയതെന്നും പിന്നീട് അവൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയില്ല എന്നും ഒരു വിവരം ആ അമ്മ പോലീസിനോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ പോലീസിന് വലിയ ഞെട്ടലായി. ആ ബുദ്ധ സന്യാസി ആരായിരിക്കും? എന്തിനാണ് അവൾ സന്യാസിയെ കാണാനായി പോയത്? അയാളെ കാണാൻ പോയ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു? ഇന്നത്തെ വീഡിയോയിൽ 100 വർഷങ്ങൾക്ക് മുൻപ് തായ്ലാൻഡ് രാജ്യത്തെ മുഴുവനും കീഴ്മേൽ മറിച്ച ഒരു ഭയാനകമായ നിഗൂഢമായ ഒരു സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ അറിയാൻ പോകുന്നത്. നമ്മുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഒരുപാട് പേർക്ക് ഇത് റെക്കമെൻഡേഷനിൽ പോവുകയുള്ളൂ. അത് ഞങ്ങൾക്ക് വലിയൊരു മോട്ടിവേഷനായി മാറും. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തായ്ലാൻഡിലെ വടക്ക് കിഴക്കൻ ഭാഗത്തുള്ള ടൗട്ടൺ എന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ് പൂൺ പെങ് എന്നയാൾ ജനിച്ചത്. അവൻ 5 വയസ്സുള്ളപ്പോൾ തന്നെ അവൻ്റെ മാതാപിതാക്കൾ ദുരൂഹമായ രീതിയിൽ മരിച്ചു. അതിനുശേഷം പിന്നെ അവൻ ആരും തന്നെ ഇല്ല. ഈ സമയത്താണ് ബാങ്കോക്കിലുള്ള സുഖ് പിയാൻ എന്ന വൃദ്ധ ദമ്പതികൾ ഇവനെ ദത്തെടുത്ത് വളർത്താൻ തുടങ്ങി. ബാങ്കോക്കിലേക്ക് തങ്ങളുടെ വീട്ടിലേക്ക് അവനെ കൊണ്ടുപോയി. ഭക്ഷണം, വസ്ത്രം, വീട്, എല്ലാ സുഖ സൗകര്യങ്ങളും അവന് വേണ്ടതെല്ലാം നൽകി. സ്വന്തം പേരക്കുട്ടിയെ പോലെ തന്നെ അവർ അവനെ വളർത്താൻ തുടങ്ങി. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ വല്ലാത്ത മടിയനായി മാറി. കാരണം അവൻ ചോദിക്കുന്നത് എന്തും ലഭിക്കുന്നുണ്ട്. ആ മുത്തശ്ശിയും മുത്തച്ഛനും അവന് ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടും നൽകിയില്ല. ചെറിയ ചെറിയ ജോലികൾ ഉണ്ടെങ്കിൽ പോലും അവൻ ഒരിക്കലും അവരെ സഹായിച്ചതേയില്ല. അത്രത്തോളം വലിയൊരു മടിയനായി അവൻ വളർന്നു വരാൻ തുടങ്ങി. മാത്രവുമല്ല അവൻ കാണാൻ അത്ര സുന്ദരനൊന്നും അല്ല. എങ്കിൽ പോലും ഒരു സ്ത്രീയോട് എങ്ങനെ സംസാരിക്കാം, എങ്ങനെ സംസാരിച്ചാൽ അവരെ വശീകരിച്ചെടുക്കാൻ കഴിയും, ഈ ടെക്നിക്കെല്ലാം അവന് നന്നായി തന്നെ അറിയാമായിരുന്നു. ഇതിലൂടെ അവൻ ആ നാട്ടിലുള്ള ഒരുപാട് സ്ത്രീകളുമായി സംസാരിച്ചു. ഇങ്ങനെ വർഷങ്ങൾ കടന്നുപോയി.
അവനൊരു 18 വയസ്സ് കൗമാരപ്രായം എത്തിയപ്പോൾ ഒരു വൃദ്ധനെ കാണുന്നു. ആ വൃദ്ധന്റെ പക്കൽ നിന്നും ഒരുപാട് ബ്ലാക്ക് മാജിക് വിദ്യകൾ അവൻ പഠിച്ചെടുത്തത് അവൻ ചെയ്തു നോക്കാനും തുടങ്ങി. അത് സ്വന്തം ജീവിതത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാം, മറ്റുള്ളവർക്ക് അത് എങ്ങനെ ചെയ്തു കൊടുക്കാം, ഇക്കാര്യങ്ങളെല്ലാം അവൻ പഠിച്ചു. എന്നാൽ ഇതൊന്നും അവന്റെ മുത്തശ്ശിക്കോ മുത്തച്ഛനോ അറിയില്ല. എന്നാൽ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവൻ വീട്ടിലെത്തിയപ്പോൾ അവന്റെ വായിൽ നിന്നും ചില വിചിത്രമായ വാക്കുകൾ വരുന്നത് അവർ ശ്രദ്ധിച്ചു. എന്തൊക്കെയോ അവൻ പിറുപിറുക്കുന്നുണ്ട്. ഇപ്പോഴാണ് വീട്ടിലുള്ളവർ അവനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. എന്താണ് അവൻ ചെയ്യുന്നത്, എന്താണ് അവൻ സംസാരിക്കുന്നത്, എല്ലാം പരിശോധിക്കാൻ തുടങ്ങി. പിന്നീടാണ് അവൻ ഈ മന്ത്രവാദം ചെയ്യുന്നുണ്ട്, ബ്ലാക്ക് മാജിക് ചെയ്യുന്നു എന്നുള്ള കാര്യം ആ വൃദ്ധ ദമ്പതികൾക്ക് മനസ്സിലായി. ഈ വിവരം അറിഞ്ഞ അടുത്ത നിമിഷം തന്നെ അവനെ ആ വീട്ടിൽ നിന്നും പുറത്താക്കി. ആ സമയത്ത് സാങ്കേതിക വിദ്യ അത്ര വളർന്നിട്ടൊന്നും ഇല്ല. ഈ ദുർമന്ത്രവാദത്തിനെതിരെ സംസാരിക്കാൻ കഴിവുള്ള ആളുകളും വളരെ കുറവായിരുന്നു. ഇനി ആരെങ്കിലും ഇങ്ങനെ എതിർത്ത് സംസാരിച്ചാൽ തങ്ങൾക്ക് എന്തെങ്കിലും ദോഷം സംഭവിക്കുമോ, തങ്ങൾക്ക് നേരെയും മന്ത്രവാദം ചെയ്യുമോ എന്നുള്ളൊരു ഭയം ആ ജനങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എതിർത്ത് ചോദ്യം ചോദിക്കാനോ ഇതൊക്കെ കള്ളമാണ് എന്ന് വിശ്വസിക്കാനോ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ അവിടെ താമസിക്കുന്ന ഭൂരിഭാഗം ആളുകൾക്കും ഈ മന്ത്രവാദത്തിൽ വിശ്വാസമായിരുന്നു, അല്ലെങ്കിൽ അവർ വിശ്വസിക്കാൻ നിർബന്ധിതരായി. ഇപ്പോ ഇവനെ വീട്ടിൽ നിന്നും പുറത്താക്കിയതിനു ശേഷം ഈ പൂൺപെങ് നേരിട്ട് മന്ത്രവാദത്തിൽ നിന്നും താൻ പഠിച്ചെടുത്ത കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു നോക്കാൻ തുടങ്ങി. അതേ ബാങ്കോക്കിലുള്ള ഒരു ബുദ്ധ മഠത്തിലേക്ക് അവൻ ചെല്ലുന്നു. വാക്തരാവത് കുൻചോങ് എന്ന ഒരു ബുദ്ധമത ക്ഷേത്രത്തിൽ ചെന്ന് 20 വയസ്സിൽ തന്നെ അവൻ സന്യാസിയായി ജോയിൻ ചെയ്തു. ഈ ഒരു മഠത്തിൽ അവൻ വന്നതിന് ശേഷം ഒരുപാട് സ്ത്രീകൾ അവൻ പരിചയപ്പെടാൻ തുടങ്ങി. ഈ സമയം അവന് തോന്നിയത് ഈ ദുർമന്ത്രവാദത്തിലൂടെ ഇവർക്കുള്ള ബുദ്ധിമുട്ടുകൾ നമ്മെ കൊണ്ട് ഇല്ലാതാക്കാൻ സാധിക്കും, ഇവരെ നമുക്ക് അനുകൂലമാക്കി ഉപയോഗിക്കാം എന്നവൻ ചിന്തിച്ചു. അതുപോലെ തന്നെ ആ മഠത്തിൽ വരുന്ന എല്ലാ സ്ത്രീകളും അതിസമ്പന്നരായ സ്ത്രീകളുമായിരുന്നു. അവന്റെ കെണിയിൽ വളരെ എളുപ്പത്തിൽ അവരെ എല്ലാം അകപ്പെടുത്താനും തുടങ്ങി. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഇവൻ വളരെ മനോഹരമായി സംസാരിക്കും, സ്ത്രീകളെ വശീകരിക്കുന്നത് പോലെ സംസാരിക്കും. അതേ രീതിയിൽ ചില തന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് ആ ക്ഷേത്രത്തിൽ വരുന്ന സമ്പന്നരായ സ്ത്രീകളെ തന്റെ വലയിൽ കുടുക്കാൻ തുടങ്ങി. മാത്രവുമല്ല, അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകളൊക്കെ തന്നോട് പറയാനും ഈ ബുദ്ധിമുട്ടുകളിൽ നിന്ന് മുക്തി നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ചില ആചാരങ്ങൾ ചെയ്യണം, അതും രാത്രിയിൽ മാത്രമേ ചെയ്യാൻ സാധിക്കൂ എന്നും അവൻ പറഞ്ഞു. എന്നാൽ അവൻ ഇങ്ങനെ നടത്തിയ ആചാരങ്ങളെല്ലാം ഒരു ശാരീരിക സമ്പർക്കം മാത്രമായിരുന്നു. ആ നാട്ടിൽ അവനൊരു നല്ല പേരും പോരാത്തതിന് അവനൊരു സന്യാസിയും അവന് പുറകെ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ അവനെ തുടക്കത്തിൽ ആരും സംശയിച്ചില്ല. എന്നാൽ പിന്നീടായിരുന്നു ക്ഷേത്രത്തിലുള്ള ആളുകൾക്ക് ഇവനിൽ ചെറിയ ചെറിയ സംശയങ്ങൾ വളരാൻ തുടങ്ങി. അവൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നിരീക്ഷിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവൻ മന്ത്രവാദം ചെയ്യുന്നു, ക്ഷേത്രത്തിൽ വരുന്നവരോട് മോശമായി പെരുമാറുന്നു എന്നുള്ള കാര്യം മനസ്സിലായത്. പെട്ടെന്ന് തന്നെ അവനെ ആ ക്ഷേത്രത്തിൽ നിന്നും പുറത്താക്കി. അവിടെ നിന്ന് പുറത്തായതിനു ശേഷം അടുത്ത് എവിടെ പോകാം എന്ന് ചിന്തിച്ച് ചുറ്റിത്തിരിയാൻ തുടങ്ങി. അപ്പോഴാണ് അതേ ഭാഗത്തുള്ള മറ്റൊരു ക്ഷേത്രത്തിലേക്ക് ചെന്ന് ബുദ്ധ സന്യാസിയായി ജോയിൻ ചെയ്യുന്നു. എന്നാൽ അവിടെയുള്ള ചിലർ ഇവനെ തിരിച്ചറിഞ്ഞു. ഇതിനകം മറ്റൊരു ക്ഷേത്രത്തിൽ ഇവൻ ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം ചിലർക്കൊക്കെ അറിയാമായിരുന്നു. പോരാത്തതിന് ബ്ലാക്ക് മാജിക് ചെയ്യുന്നുണ്ട്, സ്ത്രീകളോട് മോശമായി പെരുമാറുന്നുണ്ട്. അവനെ ഈ ക്ഷേത്രത്തിൽ നിന്ന് പുറത്താക്കാൻ തുടങ്ങിയപ്പോഴാണ് അവിടെയുള്ള സന്യാസിമാരോട് ഇവൻ പറഞ്ഞത്, എനിക്ക് രണ്ടാമത് ഒരു അവസരം നൽകുക, ഇനി ഒരിക്കലും തെറ്റുകൾ ആവർത്തിക്കില്ല, അതൊന്നും ചെയ്യാൻ പാടില്ല എന്നതിനു വേണ്ടിയാണ് വീണ്ടും ഞാൻ ഈ ക്ഷേത്രത്തിലേക്ക് വന്നത്. ഇങ്ങനെ അവിടെയുള്ളവരെ പോലും വളരെ എളുപ്പത്തിൽ ബ്രെയിൻ വാഷ് ചെയ്തു. എന്നാൽ അവന്റെ മനസ്സിലുണ്ടായിരുന്നത് വീണ്ടും ബ്ലാക്ക് മാജിക് പഠിക്കണം, അവിടെയുള്ള സ്ത്രീകളോട് സംസാരിച്ച് വശീകരിച്ച് തൻ്റെ വലയിൽ അകപ്പെടുത്തണം. ഇത് തന്നെയായിരുന്നു അവന്റെ മുഴുവൻ സമയത്തെയും പദ്ധതി. ഇങ്ങനെ 9 വർഷത്തോളം പുറമെ സന്യാസി എന്ന വ്യാജേന അകമേ ആ ക്ഷേത്രത്തിലേക്ക് വരുന്ന സ്ത്രീകളെ ഇവന്റെ വീട്ടിലേക്ക് വരുത്തുകയും ചില ആചാരങ്ങൾ പൂജകൾ നടത്തുന്നത് പോലെ അഭിനയിച്ച് ഈ സ്ത്രീകളോടെല്ലാം അവനൊരു ശാരീരിക ബന്ധം പുലർത്തുകയും ചെയ്തു. 9 വർഷത്തോളം വളരെ രഹസ്യമായി തന്നെ നടന്നു. എന്നാൽ ഇങ്ങനെ ചെറിയ ചെറിയ കുറ്റങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഇവൻ പെട്ടെന്ന് കൊലപാതകങ്ങൾ ചെയ്യാൻ തുടങ്ങി. പ്രധാനമായും നൈ എന്ന ഒരാൾ ആ നാട്ടിലെ ഒരു വലിയ രത്ന വ്യാപാരിയായിരുന്നു. അയാളുടെ പക്കൽ ചെന്നിട്ട്, എനിക്ക് കുറച്ച് ആഭരണങ്ങൾ വേണം, നിങ്ങളുടെ പക്കലുള്ള ആഭരണ ശേഖരം എടുത്തുകൊണ്ടുവരിക, ഞാൻ നോക്കി സെലക്ട് ചെയ്യാമെന്ന് ആവശ്യപ്പെട്ടു. അതുപോലെ അദ്ദേഹം കുറെ സ്വർണം എടുത്തുകൊണ്ടുവന്നു. അതിലെ ചിലത് കാണിക്കാനും തുടങ്ങി. എന്നാൽ എന്ത് കാണിച്ചാലും തനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് മാത്രം പറയാൻ തുടങ്ങി. ഒരു ഘട്ടത്തിൽ അവൻ ആ വ്യാപാരിയുടെ കഴുത്ത് ഞെരിച്ചു കൊന്നു. അയാളുടെ പക്കലുണ്ടായിരുന്ന ആഭരണങ്ങളെല്ലാം കൈക്കലാക്കുകയും ചെയ്തു. മാത്രവുമല്ല, അയാളുടെ മൃതദേഹം കഷ്ണങ്ങളാക്കി. ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഒരു ഇരുമ്പ് പെട്ടി അതവന്റെ കൈവശമുണ്ടായിരുന്നു, അതിനുള്ളിലേക്ക് വെച്ചു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു നദിയിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നാൽ ഇതൊന്നും ആ സമയത്ത് ആർക്കും അറിയില്ലായിരുന്നു. പക്ഷെ ദിവസങ്ങൾ കഴിയുന്തോറും ഒരു 6 സ്ത്രീകൾ ഇവൻ കൊന്നതായി പറയുന്നു. പ്രധാനമായും ആമുഖത്തിൽ പറഞ്ഞതുപോലെ
ഇരുമ്പ് പെട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്ന ആ സ്ത്രീയുടെ ശരീരം. സത്യത്തിൽ ആ പെൺകുട്ടിക്ക് വെറും 20 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ. അവളുടെ പേര് ബ്രിഗ് എന്നാണ്. ഈ ബ്രിഗ് എന്ന പെൺകുട്ടി ഒരു ധനികനെയായിരുന്നു വിവാഹം കഴിച്ചത്. പക്ഷെ ആ ധനികനിൽ നിന്നും എല്ലാം അവൾക്ക് ലഭിച്ചു, സ്നേഹമൊഴികെ, വാത്സല്യം. ഇതായിരുന്നു അവളുടെ ഏറെ കാലത്തെ ദുഃഖം. ഇതൊന്ന് പരിഹരിക്കണം എന്നുള്ളതിന് വേണ്ടി അവൾ ആ മഠത്തിലേക്ക് വരികയും ഈ വ്യാജ സന്യാസിയെ കാണുകയും ചെയ്തു. തന്റെ ദുഃഖമെല്ലാം സന്യാസിയോട് പറഞ്ഞു. ഭർത്താവിന് തന്നോട് സ്നേഹം വരണം, വാത്സല്യം വരണം, കെയർ ഉണ്ടാകണം. അതിനെന്താണ് പോംവഴി എന്ന് ചോദിച്ചു. ഇങ്ങനെ കുറച്ചു ദിവസത്തിൽ തന്നെ അവളെ ബ്രെയിൻ വാഷ് ചെയ്ത് അവളോട് സംസാരിച്ച് തന്റെ കെണിയിൽ കുടുക്കി. ഒരു ഘട്ടത്തിൽ അതൊരു ശാരീരിക ബന്ധത്തിലേക്കും പോയി. എന്നാൽ ദിവസങ്ങൾക്ക് ശേഷമാണ് അവൾ തെറ്റ് മനസ്സിലാക്കുന്നത്. എങ്ങനെയെങ്കിലും ഇതിൽ നിന്നും പുറത്തേക്ക് വരാനും അവൾ ആഗ്രഹിച്ചു. എന്നാൽ ഇതിനിടയിൽ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം സംഭവിച്ചു. ദിവസങ്ങൾക്കകം താൻ ഗർഭിണിയാണ് എന്ന സത്യം അവൾ തിരിച്ചറിഞ്ഞു. എന്നാൽ ഭർത്താവുമായി ഒരു സമ്പർക്കം പുലർത്തിയിട്ട് മാസങ്ങളായി. അതുകൊണ്ട് തന്നെ തന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ഈ സന്യാസിയുടേതാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അവൾ പെട്ടെന്ന് തന്നെ സന്യാസിയുടെ അടുത്ത് ചെന്ന്, ഞാൻ ഗർഭിണിയാണ്, ഇതിന്റെ പൂർണ്ണ ഉത്തരവാദി നീയാണെന്ന രീതിയിലും സംസാരിച്ചു. പക്ഷെ അവന്റെ മനസ്സിലുണ്ടായിരുന്നതെല്ലാം ഒരു പെൺകുട്ടിയെ വശീകരിക്കുക, അവരുമായി ഒരൽപ്പം സമയം പങ്കിടുക, പിന്നീട് അവരെ ഒഴിവാക്കുക, ഇത് മാത്രമായിരുന്നു. പോരാത്തതിന് ഇതിനകം തന്നെ മറ്റൊരു പെൺകുട്ടിയുമായി വിവാഹം കഴിക്കണമെന്നുള്ളൊരു പദ്ധതിയിലായിരുന്നു അവൻ. ഈ സാഹചര്യത്തിലാണ് ഈ പെൺകുട്ടിയും ഗർഭിണിയായത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവളെ ഒഴിവാക്കണമെന്ന് ചിന്തിക്കാൻ തുടങ്ങി. അവളെ കൊല്ലണമെന്ന് പദ്ധതിയിടാൻ തുടങ്ങി. എങ്കിൽ മാത്രമേ തനിക്കിതിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കൂ എന്ന് മനസ്സിലായി. അങ്ങനെ പെൺകുട്ടിക്ക് അവസാനമായി അവനൊരു കത്തെഴുതി. നിന്റെ നെക്ലസ് എന്റെ പക്കലുണ്ട്, നമുക്ക് രണ്ടുപേർക്കും കാണാം, നെക്ലേസ് നീ വന്ന് വാങ്ങിയിട്ട് പോ എന്ന രീതിയിൽ കത്തയച്ചു. ലെറ്റർ കിട്ടിയ ഉടൻ തന്നെ ആ പെൺകുട്ടി സന്യാസിയെ കാണാനായി വന്നു. അതിനുശേഷമാണ് പെൺകുട്ടിയുമായി സംസാരിച്ച് ഒരു അല്പദൂരം നടന്നു. ആൾസഞ്ചാരം അധികമൊന്നും ഇല്ലാത്ത സ്ഥലത്ത് വെച്ച് അവളെ കഴുത്ത് ഞെരിച്ചു കൊന്നു. ശേഷം അവിടെ ഉണ്ടായിരുന്ന കത്തിയെടുത്ത് അവളുടെ ശരീരം 8 കഷ്ണങ്ങളാക്കി മുറിച്ചു. ഒരു കൊതുകുവലയിൽ കെട്ടി താൻ സൂക്ഷിച്ചിരുന്ന ഇരുമ്പ് പെട്ടിക്കുള്ളിൽ വെച്ചു. ഈ സമയത്ത് മൃതദേഹം പുറത്തേക്ക് കൊണ്ടുപോയാൽ തീർച്ചയായും ആരെങ്കിലും കാണും. അതുകൊണ്ട് അവന്റെ ചില അനുയായികൾ ഉണ്ടായിരുന്നു. ശരൺ, ശരവൺ എന്ന ട്വിൻസ് രണ്ടുപേരെയും വിളിച്ച് ഈ പെട്ടി എവിടെയെങ്കിലും കൊണ്ടുപോയി വലിച്ചെറിയാൻ ആവശ്യപ്പെട്ടു. അവരും ഈ പെട്ടി ഒരു റിക്ഷയിൽ വെച്ച് 20 കിലോമീറ്റർ കഴിഞ്ഞു കൊണ്ടുപോയി അവിടെയുള്ള ഒരു നദിയിലേക്ക് വലിച്ചെറിഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് മടങ്ങി. പിന്നീടാണ് ആമുഖത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾ ഇരുമ്പ് പെട്ടി കണ്ടു, പോലീസിനെ വിവരം അറിയിച്ചു. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആ സ്ത്രീ ആരാണെന്നുള്ളത് തിരിച്ചറിയാൻ സാധിച്ചില്ല. തിരിച്ചറിയാൻ പാടുപെടുന്ന സമയത്താണ് ഇതിനെക്കുറിച്ച് പത്രത്തിൽ ഒരു വാർത്ത കൊടുത്തത്. അപ്പോഴാണ് പെൺകുട്ടിയുടെ അമ്മ വന്ന് സ്വയം പരിചയപ്പെടുത്തിയത്. ഇത് തന്റെ മകളാണെന്നും പറഞ്ഞു. അതുപോലെ അവസാനമായി പൂൺപെങ് എന്ന സന്യാസിയിൽ നിന്നാണ് ലെറ്റർ വന്നത്. അയാളെ കാണാൻ വേണ്ടിയാണ് തന്റെ മകൾ പോയത് എന്നും ആ അമ്മ പറഞ്ഞു. പെട്ടെന്ന് തന്നെ പോലീസ് അധികാരികൾ സന്യാസിയായി പൂൺപെങ്ങിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാൻ തുടങ്ങി. എന്നാൽ ചോദ്യം ചെയ്യലിൽ എനിക്കും ഇതിനും യാതൊരു ബന്ധവും ഇല്ല, ഞാൻ ഈ കൊലപാതകം ചെയ്തില്ല എന്ന രീതിയിൽ അവൻ സംസാരിക്കാൻ തുടങ്ങി. അവനെതിരെ ശക്തമായ തെളിവുകളൊന്നും പോലീസിന്റെ പക്കൽ ഇല്ലാത്തത് കൊണ്ട് ആ സമയത്ത് അവനെ ജയിലിലടയ്ക്കാനും സാധിച്ചില്ല. അതുകൊണ്ട് ആ സന്യാസിയെ പരിചയമുള്ള മറ്റ് സന്യാസിമാരെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അതുപോലെ ആ ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തരെ ചോദ്യം ചെയ്യുമ്പോഴാണ് ഈ സന്യാസിയുടെ മുറിയിൽ 7 ഇരുമ്പ് പെട്ടികൾ കണ്ടു എന്ന രീതിയിൽ ചില സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ സ്വർണ്ണ വ്യാപാരി, ബ്രിഗ് എന്ന സ്ത്രീ, ഇവരെ കൂടാതെ ഒരുപാട് പേരെ ഇവൻ കൊന്നിട്ടുണ്ട് എന്ന് പോലീസിന് മനസ്സിലായി. എന്നാൽ അതിനെക്കുറിച്ച് അവനോട് ചോദിച്ചപ്പോൾ പോലും അവനിൽ നിന്ന് യാതൊരു സ്റ്റേറ്റ്മെന്റും വന്നില്ല. ഇങ്ങനെ ഈ ചോദ്യം ചെയ്യൽ ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് അവസാനമായി ഈ റിക്ഷയിൽ ഇരുമ്പ് പെട്ടി കൊണ്ടുപോയ 2 പേർ, ട്വിൻ സന്യാസിമാരായ 2 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് പൂൺപെങ്ങാണ് ബ്രിഗ് എന്ന പെൺകുട്ടിയെ കൊന്നതെന്നും ഡെഡ് ബോഡി കഷ്ണങ്ങളാക്കി മുറിച്ച് ഇരുമ്പ് പെട്ടിക്കുള്ളിൽ വെച്ചു, അത് വലിച്ചെറിയാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു, ഞങ്ങളത് ചെയ്തു എന്ന രീതിയിൽ അവർ സത്യം പറഞ്ഞു. അങ്ങനെ 1918 ജനുവരി മാസം 14 അന്നായിരുന്നു പൂൺപെങ്ങിന്റെ വിവാഹ ദിവസം. അന്ന് തന്നെ അവനെ അറസ്റ്റ് ചെയ്യുന്നു. എന്നാൽ അറസ്റ്റ് ചെയ്തപ്പോൾ പോലും അവന് യാതൊരു ഭയമോ മടിയോ ഒന്നും തന്നെ ഇല്ല. ആ സമയത്ത് ഈ സ്വർണ്ണ വ്യാപാരി ബ്രിഗ്, ഈ 2 പേരെ മാത്രമാണ് ഞാൻ കൊന്നത്, ബാക്കിയുള്ള 5 പേർ ഇവരെ ആരും എനിക്ക് അറിയില്ല, ഞാൻ കൊന്നിട്ടേ ഇല്ല എന്നും അവൻ പറഞ്ഞു. പക്ഷേ ഈ 2 കൊലപാതകത്തിനും ഇവന്റെ പേരിലെ തെളിവുകൾ വളരെ ശക്തമായതുകൊണ്ട് കോടതിയിൽ അവനെ ഹാജരാക്കി. ട്രയൽ നടക്കുമ്പോൾ അവൻ കുറ്റവാളി എന്ന് തെളിയിക്കപ്പെടുകയും ചെയ്തു. ഇവനെ സഹായിച്ച സന്യാസിമാർക്ക് എന്ത് ശിക്ഷ നൽകിയെന്നറിയില്ല. പക്ഷേ ഈ കൊലപാതകത്തിലെ പ്രധാന കുറ്റവാളിയായ ഈ പൂൺപെങ് 1919 ഓഗസ്റ്റ് മാസം 19 പൊതുജനങ്ങളുടെ എല്ലാം മുൻപിൽ വെച്ച് ആ രാജ്യത്തെ ചില ആചാരമനുസരിച്ച് ചില മന്ത്രങ്ങൾ പറയുകയും ഡാൻസ് കളിച്ച് പാട്ട് പാടി പൂൺപെങ്ങിന്റെ തല വെട്ടി. എന്നാൽ ആ സമയത്ത് കൃത്യമായ രീതിയിൽ അവന്റെ തലയിൽ വെട്ട് വീണില്ല.
പോരാത്തതിന് അപ്പോഴും അവൻ ചില മന്ത്രങ്ങൾ ഉരുവിടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് വീണ്ടും കൂടിയിരുന്നവർ ചടങ്ങുകൾ നടത്തി അവന്റെ തല വെട്ടി. തല പ്രത്യേകം വെട്ടി മാറ്റി. തായ്ലാന്റിൽ അവസാനമായി ഇങ്ങനെ പൊതുജനങ്ങളുടെ മുൻപിൽ വെച്ച് ശിരച്ഛേദനം ചെയ്തത് അത് പൂൺപെങ്ങിൻ്റെതാണ്. അതിനുശേഷം പൊതുവായി ഇങ്ങനെയുള്ള വധശിക്ഷകളൊന്നും വിധിച്ചിട്ടേയില്ല. കൂടാതെ ഈ പൂൺപെങ്ങാണ് ലോകത്തിലെ ആദ്യത്തെ സീരിയൽ കില്ലർ എന്ന് പോലും പറയപ്പെടുന്നു. ആത്മീയത തളം കെട്ടി നിൽക്കുന്ന ഇടങ്ങളിൽ ഈ പൂൺപെങ് പോലുള്ള ആളുകളും ഉണ്ടാകും. ഇവരെ നമ്മൾ തന്നെയാണ് തിരിച്ചറിയേണ്ടത്. ഇങ്ങനെയുള്ളവരിൽ നിന്നും നമ്മൾ ജാഗരൂകരായിരിക്കണം എന്നുള്ളതിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. ടെക്നോളജി ഒന്നും ഇല്ലാത്ത കാലത്ത് പോലും ഇങ്ങനെ ഒരു കൊലപാതകം കണ്ടെത്തി അത് പരിഹരിക്കപ്പെടുകയും തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്തു, അതും പൊതുജനങ്ങളുടെ മുൻപിൽ വെച്ച് തന്നെ. അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടാൽ തങ്ങൾക്കും ഇങ്ങനെയുള്ള ശിക്ഷ ലഭിക്കുമെന്നൊരു ഭയം എല്ലാവരുടെ മനസ്സിലും ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ കാലത്തും ഇങ്ങനെയുള്ള ശിക്ഷാരീതികൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ കുറ്റകൃത്യങ്ങൾ ഒരുപക്ഷെ കുറഞ്ഞേനെ. ഇതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഈ സന്യാസിയെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു? ഇവന് നൽകിയ ഈ വിധിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം. കൂടാതെ ഇന്നത്തെ കാലത്തും ഇങ്ങനെയുള്ള ശിക്ഷാരീതികൾ വന്നാൽ എങ്ങനെ ഉണ്ടാകും? വരണമോ വേണ്ടയോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. പോകുന്നതിന് മുൻപ് വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.